ഓപ്പറേഷൻ തൂഫാൻ ഒരു മാസം 30 കോടി രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ നശിപ്പിച്ചു. 5736 അറസ്റ്റ്. ഒരുപക്ഷെ കേരളം മുഴുവൻ കൈയടിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഇനീഷ്യേറ്റീവാണ് ഓപ്പറേഷൻ തൂഫാൻ. ആ ഓപ്പറേഷൻ തൂഫാൻ എല്ലാവിധ ശക്തമായ മുന്നേറ്റവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഓപ്പറേഷൻ തൂഫാനെ വർഗീയപരമായി പരാമർശിച്ച് അതിന്റെ ഒരു ചേതന കളയരുത് എന്നുള്ളതാണ് കേസെടുക്കപ്പെട്ട ബാബു ചേട്ടനോട്, ശ്രീ RV ബാബുവിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങൾക്ക് ജാതി മതവും ഇല്ല. അതിനപ്പുറം ഒരുമിച്ച് നിന്ന് അത്തരം കാര്യങ്ങളെ ഫൈറ്റ് ചെയ്യണം. എല്ലാ സമുദായത്തിൽ നിന്നും ഇത് ചെയ്യുന്ന ആൾക്കാർ പെട്ടുപോകാറുണ്ട്. നമ്മൾ പലപ്പോഴും മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധത്തിൽ അവരെ വിക്ടിംസ് ആയിട്ടാണ് കാണുന്നത്. അവർ ഇരകളാണ്. അവരെ ഈ മയക്കുമരുന്ന് മാഫിയ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. രമേശ് ചെന്നിത്തലാജിയെ കുറിച്ചുള്ള ഇന്നലത്തെ വാർത്തയാണ്. നശിക്കാൻ വിടില്ല, തൂഫാൻ ആഞ്ഞടിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം. പിടിച്ചെടുത്ത കോടിയുടെ ലഹരി വസ്തുക്കൾ 5353 കേസുകളും ചെയ്തു. അതിൽ 5736 പേരെ അറസ്റ്റ് ചെയ്തു. നമുക്ക് ആ വാർത്തയൊന്ന് കാണാം. ലഹരി മാഫിയയുടെ വേരിറക്കാൻ ലക്ഷ്യമിട്ടുള്ള തൂഫാൻ ദി നാർക്കോ ഹണ്ട് തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു മാസം. 30 കോടി രൂപയുടെ നിരോധിത ലഹരി വസ്തുക്കളാണ് ദൗത്യത്തിലൂടെ ഇതുവരെ പിടിച്ചെടുത്തത്. 5353 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലഹരിയുടെ ഉറവിടവും വിതരണ ശൃംഖലയും ഒരുപോലെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. കേരളത്തിലെ വിദ്യാലയങ്ങളിലും ക്യാമ്പസുകളിലും കേന്ദ്രീകരിച്ച് വളരുന്ന ലഹരി മാഫിയയുടെ വേരിറക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചത്. പിന്നാലെ മുഖ്യമന്ത്രി VD സതീശൻ ജൂൺ 2 തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അന്നു മുതൽ കേരളം സാക്ഷിയായത് സമാനതകളില്ലാത്ത ലഹരി വേട്ടയ്ക്കാണ്. സത്യം, 30 കോടിയുടെ ലഹരി വസ്തുക്കളാണ് ഇതിനോടകം പോലീസ് പിടിച്ചെടുത്തത്. ഓപ്പറേഷന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമായ പോലീസ് റെയ്ഡുകളും മറ്റും നടന്നു. തൂഫാൻ സ്ട്രൈക്ക് എന്ന സ്പെഷ്യൽ ഡ്രൈവിലൂടെ മാത്രം 799 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 806 പേരെ അറസ്റ്റിലാക്കുകയും ചെയ്തു. ഓപ്പറേഷനിലൂടെ അന്താരാഷ്ട്ര ലഹരി വിപണനക്കാരിലേക്ക് വരെ എത്താനായ പോലീസിന്റെ ദൗത്യം വലിയ രീതിയിൽ ശ്ലാഘിക്കപ്പെടും. കേരളത്തിൽ നിന്ന് ലഹരി മാഫിയയെ തുടച്ചു നീക്കുമെന്നും ലഹരിയുടെ ഉറവിടമടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കുമെന്നും പറയും. ഓപ്പറേഷന്റെ ഭാഗമായി പള്ളികളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച്, നോട്ട് ദ പോയിന്റ്, പള്ളികളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം ശക്തമാക്കാൻ മത നേതാക്കന്മാർ പിന്തുണ അറിയിച്ചെത്തിയിട്ടുണ്ട്. മത ആത്മീയ മേഖലയിലുള്ളവർക്കും വലിയ പിന്തുണയാണ് വേണ്ടത്. ആരാധ്യനായ ഒരുപാട് മത നേതാക്കളെ, ആദരണീയരായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകളെ, അല്ലെങ്കിൽ ശ്രീ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർകളെ, സമാനമായ ശിവഗിരി ക്രിസ്ത്യൻ, എല്ലാ വിഭാഗങ്ങളിലുമുള്ള ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലുള്ള ആൾക്കാരുടെ വലിയ പിന്തുണ ഇതിന് ലഭിച്ചിട്ടുണ്ട്. വരും മാസങ്ങളിൽ ഇതിനപ്പുറം ശക്തിയോടെ പോവുകയും ലഹരി മാഫിയയുടെ വേരിറക്കുകയും ചെയ്യും. എന്തായാലും രമേശ് ചെന്നിത്തലാജി വലിയ രീതിയിൽ, നമ്മൾ ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് ആദ്യം വീഡിയോ ചെയ്ത് തുടങ്ങിയ ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അന്നു മുതലേ അതിൻ്റെ ഒരു നന്മ എനിക്കറിയാൻ കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായി ഓപ്പറേഷൻ ഒരു തൂഫാൻ വാരിയർ ആയിട്ട് ശ്രീ രമേശ് ചെന്നിത്തലയുടെ എനിക്ക് ലഭിക്കുകയും ചെയ്തു. എന്തായാലും രമേശ് ചെന്നിത്തലാജിക്ക് വലിയ കയ്യടി. ഇതിൽ നമ്മൾ ജാതി മത രാഷ്ട്രീയ വർഗ വർണ്ണ വംശ ഭാഷ ഒന്നുമില്ല. ഓപ്പറേഷൻ തൂഫാന് ദേശീയ തലത്തിൽ വരെ വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നത്. നമ്മൾ ലഹരി മാഫിയയുടെ വേരിറക്കുകയും നട്ടലൊടിക്കുകയും തന്നെ ചെയ്യും. അതിന് രമേശ് ചെന്നിത്തലാജിയുടെ കൂടെ നമ്മൾ എല്ലാവരും ഉണ്ടാവും. കേരള ജനത പൂർണ്ണമായിട്ടും കൈയടിക്കുന്ന ഒരു ഉദ്യമമാണ്.